AKG സെന്റർ ആക്രമണ കേസിലെ രണ്ടാം പ്രതി സുഹൈൽ ഷാജഹാന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ഗൂഢാലോചനയുടെ മുഖ്യ സൂത്രധാരൻ സുഹൈൽ എന്ന പ്രോസിക്യൂഷൻ വാദം പരിഗണിച്ചാണ് നടപടി. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 ജാമ്യ ഹർജി തള്ളിയത്. സുഹൈൽ ഷാജഹാന് ജാമ്യം അനുവദിക്കരുതെന്ന് ശക്തമായ വാദമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തിയത്. ഇന്ദിരാഭവനിലേക്ക് CPIM DYFI പ്രവർത്തകർ അതിക്രമിച്ചു കയറിയതിന്റെ വൈരാഗ്യത്താൽ AKG സെന്റർ ആക്രമിക്കാൻ നിർദ്ദേശം നൽകിയത് സുഹൈലാണ്. ആക്രമണത്തിന് ശേഷം പ്രതി വിദേശത്ത് ഒളിവിൽ പോയി. ലുക്കൌട്ട് നോട്ടീസ് പ്രകാരം ഡൽഹി എയർപോർട്ടിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. ഗൂഢാലോചന സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും സംഭവ സമയം ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെത്തിയിട്ടില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. കുറ്റപത്രം നൽകിക്കഴിഞ്ഞുവെന്ന ആനുകൂല്യം ഒളിവിൽ കഴിഞ്ഞ പ്രതിക്ക് നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ മനു കല്ലമ്പള്ളി വാദിച്ചു. ഇത് പരിഗണിച്ചാണ് സുഹൈലിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. ഇന്നലെ കോടതിയിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സുഹൈൽ നിരീക്ഷണത്തിൽ തുടരുകയാണ്. 24 തിരുവനന്തപുരം.